Hi everyone, welcome to Adila Accounts. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് one of the important puzzle. See, ഇതൊരു പൊസിഷണൽ ലെവൽ പസിൽ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇതിന്റെ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പൊസിഷൻസിൽ എങ്ങനെയാണ് അവരെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഒരു പസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പസിൽസിൽ തന്നെ നമുക്ക് ലീനിയർ അറേഞ്ച്മെന്റ് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പസിൽസ് ഉണ്ട്, ലൈക്ക് ഫ്ലോർ, ബോക്സ്, സ്റ്റാറ്റിക്, ദെൻ സീക്വൻഷ്യൽ, ഡെസിഗ്നേഷൻസ്, അങ്ങനെ ഒരുപാട് ബ്ലഡ് റിലേഷൻസ് പസിൽസ് എന്ന് പറഞ്ഞിട്ട് വിത്ത് വേരിയബിൾ, 1 വേരിയബിൾ, 2 വേരിയബിൾ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പസിൽസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പസിൽസ് ആണ്. ബേസിക് ആണെങ്കിലും അതിൽ കുറച്ചൊന്നും ഓൾട്ടറേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓരോ പോസിബിലിറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പസിൽസ് നമുക്ക് ബാങ്ക് എക്സാംസിന്, മോസ്റ്റ്ലി ക്ലറിക്കൽ ആൻഡ് ഫോർ പ്യൂർ ലെവൽ എക്സാംസിന് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഫോർ റെയിൽവേ ആൻഡ് SSC ആണെങ്കിൽ നമുക്ക് ഇത്രയും ഡിഫിക്കൽട്ട് വന്നില്ലെങ്കിൽ പോലും ഇതിന്റെ ഓർഡറും ഇതിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ സ്പീഡായിട്ട് വിത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബിഫോർ മൂവിങ് ഇൻ ടു അവർ ടോപ്പിക്, നമുക്ക് ഫസ്റ്റ് പസിൽസ് സോൾവ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സി, കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിരുന്നു അല്ലെ, നോട്ട് മോർ ദാൻ ഓർ ലെസ് ദാൻ. അതായത് തന്നിരിക്കുന്ന പേഴ്സൺസ്, ഇപ്പൊ ഞാൻ ഒരു പേഴ്സൺസിനെ പറഞ്ഞു എന്ന് വിചാരിക്കാം, എയും ബിയും, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 2 persons ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഇരിക്കില്ല. ആരുടെ എയിലും ബിയിലും. നോട്ട് ലെസ് ആണെങ്കിൽ രണ്ടിൽ കുറവ് ആളുകൾ അവിടെ ഇരിക്കില്ല. ഇറ്റ് ക്യാൻ ബി 1, 2 ഓർ ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആവാം. നോട്ട് മോർ ദാൻ ഓർ നോട്ട് ലെസ് ദാൻ, നോട്ട് എന്നുള്ള ഒരു ടേം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അറ്റ്മോസ്റ്റ്, അറ്റ്മോസ്റ്റിന്റെ അർത്ഥം മാക്സിമം 2 പേര്, മാക്സിമം 3 പേര്, മാക്സിമം 4 പേര്. അതായത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, ആരുമില്ലാതെയും ആവാം. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് 3 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 2 പേര്, മിനിമം 3 പേര്, മിനിമം 4 പേര്, അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത്. അറ്റ്മോസ്റ്റ്, മാക്സിമം, അറ്റ്ലീസ്റ്റ്, മിനിമം. ഓൺലി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഓൺലി 2 persons ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 2 persons മാത്രമേ എയും ബിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ്. ഇനി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോ മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരും ഉണ്ടാവില്ല എന്നൊരു വേർഡും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമുക്ക് പസിൽസിലുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, സ്റ്റഡി ദ ഇൻഫോർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 8 persons OPQRSTUV went to the mall one after on different occasions. അതായത് ഓരോരുത്തര് മാളിൽ പോയി ഓരോ ഒക്കേഷൻസിൽ കയറണം. ഓക്കെ, ഇറ്റ് ഈസ് assumed that no other person went to the mall other than the given persons. അതായത് തന്നിരിക്കുന്ന പേഴ്സൺസ് അല്ലാതെ വേറെ ആരും മോളിൽ പോയിട്ടില്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, only 2 persons went between P and Q. ഓൺലിന്റെ അർത്ഥം എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു, 2 persons മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ വേർ അവർ പസിൽ സ്റ്റാർട്ട്സ്. അപ്പോൾ ഇപ്പൊ ഞാൻ എടുക്കുകയാണ്, ഓൺലി 2 persons went between P and Q അല്ലെ. അപ്പോൾ 2 persons ആണ് P യും Qന്റെ ഇടയിൽ. നോക്കിയേ, ഞാൻ ആദ്യം കൺസിഡർ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് Q ആണ് അല്ലെ. ഇനി എനിക്ക് Q തന്നെ ഫസ്റ്റ് വരണമെന്നുണ്ടോ? ഇല്ല. 2 persons എന്ന് പറയുമ്പോൾ പിയും ക്യൂ ഇങ്ങനെ വരാലോ. ഇനി അടുത്തത് വായിച്ചേ, അടുത്തത് സി. എപ്പോഴും പസിൽസിൽ അറിയേണ്ടത് ഓരോ ക്ലൂസും ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെയാണ് ഓരോ ക്ലൂ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നന്നായിട്ട് പസിൽസ് റീഡ് ചെയ്യാൻ. പസിൽസ് റീഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കണക്ഷൻസ് പോയിന്റ് കിട്ടും, എവിടെയാണ് പോസിബിലിറ്റി എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പേഷ്യൻസ് ആണ് ആദ്യം വേണ്ടത്, ശ്രദ്ധപൂർവ്വം വേണം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. Okay, let's see. Only 3 persons went between Q and R who does not went after P. അതായത് P, Q, Rന്റെ ഇടയിൽ എത്ര പേഴ്സൺസേ പോയിട്ടുള്ളൂ? 3 പേഴ്സൺസേ പോയിട്ടുള്ളൂ. R എന്ന് പറയുന്നത് പേഴ്സൺ Pക്ക് ശേഷം പോയിട്ടില്ല. Pക്ക് ശേഷം ആര് പോയിട്ടില്ല? R പോയിട്ടില്ല. അപ്പോൾ R
പോവുകയാണെങ്കിൽ പിക്ക് മുന്നേ പോകുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ ക്യൂ ആൻഡ് ആർ ക്യൂ ആൻഡ് ആർ 3 പേഴ്സൺസ് എന്ന് പറഞ്ഞു. അപ്പൊ 1 2 3 ആറിന്റെ പോസിബിലിറ്റി ഇവിടെ ആയിക്കോട്ടെ. നമുക്ക് 3 പേരല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് 1 2 3 ഇവിടെ വരാൻ പറ്റുമോ? 6 ഇല്ല, പിക്ക് ശേഷം 6 വരില്ല. സോ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 2 3 ഇൻ ബിറ്റ്വീൻ 3 പേഴ്സൺസ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ എത്ര പേരായി? 1 2 3 4 5 6 7 8. ഇവിടെ തന്നെ 8 അറേഞ്ച്മെന്റ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞേ 1 2 3 4 5 5 പേര് ആയിട്ടുണ്ട്. ഇനി അടുത്തത് യു വെന്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്യൂ. ക്യൂന് ശേഷം ഇമ്മീഡിയറ്റ്ലി യു പോയി. ക്യൂന് ശേഷം ഇമ്മീഡിയറ്റ്ലി യു പോയി. ഓക്കെ, നെക്സ്റ്റ് as many person went after you as before o. യുന് മുമ്പ് എത്ര പേര് പോയോ അത്രയും പേരാണ് ഓക്ക് ശേഷം പോയത്. ആഫ്റ്റർ യു യുന് ശേഷം എത്ര പേര് പോയോ ഓക്ക് മുമ്പ് അത്രയും പേര്. ആഫ്റ്ററും ബിഫോറും കൺഫ്യൂസ് ആവും. ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ 1 2 3 4 5 6. ഇപ്പോ ഞാൻ യുവിനെ ലാസ്റ്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. 8th പേഴ്സൺ, മൊത്തം 8 പേഴ്സൺസ് അല്ലേ ഉള്ളൂ. 8th പേഴ്സൺസ് ആണെങ്കിൽ ഇത് 8 7 6 5 4 3 2 1 ആര് വരേണ്ടത്? ഓ എന്ന് വരേണ്ടത്. ഇതൊരു പോസിബിലിറ്റി. ഇനി ഞാൻ യുവിനെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ടത്. 7th വൺ. അപ്പൊ ഇവിടെ താഴെ ആരുണ്ടാവും? ഒരു പേഴ്സൺ ഉണ്ടാവും അല്ലേ. അപ്പൊ 1 2 3 4 5 6 7 8. ഇവിടെ ആയിരിക്കും 8 വരിക. ഓൾറെഡി യുവിനെ താഴത്തുനിന്ന് സെക്കൻഡ് പൊസിഷനിൽ അറേഞ്ച് ചെയ്താൽ ഓയും എന്തായിരിക്കണം എന്ന് പറഞ്ഞു? സെയിം ആഫ്റ്റർ യു ഒരു പേഴ്സൺ. അപ്പോ സെക്കൻഡ് പൊസിഷനിൽ യു ആവണമെങ്കിൽ യുടെ മുന്നും എത്ര ഓ ആവണമെങ്കിൽ ഓക്ക് മുന്നും എത്ര പേഴ്സൺസ് ആയിരിക്കണം? ഒരു പേഴ്സൺ ആയിരിക്കണം അല്ലെ. പക്ഷെ ഇവിടെ ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ വരേണ്ടത്. സി ഓൾറെഡി സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് ആരുണ്ട്? 6 ഉണ്ട്. അപ്പൊ ആ കേസ് എലിമിനേറ്റ് ചെയ്തു. ഇനി യുവിനെ നമ്മൾ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. മൂന്നാമത്തെ പൊസിഷനിൽ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. 1 2 3 ഇവിടെ 4 5 6 7 8 ഇങ്ങനെയും വരാം. ഓക്കെ, ഇതൊരു പോസിബിലിറ്റി കറക്റ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വരാം? ഓ വരാം. ഈ പോസിബിലിറ്റി റോങ്. ഓക്കെ, ഇനി ഇവിടെ 1 2 3 അതുപോലെ 1 2 3 തേർഡ് വണ്ണില് നമുക്ക് ഓനെ പ്ലേസ് ചെയ്തു. ഗോട്ട് ഇറ്റ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺലി 1 പേഴ്സൺ വെന്റ് ബിറ്റ്വീൻ ടി ആൻഡ് വി ഹു വെന്റ് ആഫ്റ്റർ ഓ. ഓ കഴിഞ്ഞിട്ടാണ് വി പോയിരിക്കുന്നത്. ഓൺലി 1 പേഴ്സൺ ബിറ്റ്വീൻ ടി ആൻഡ് വി. അപ്പൊ ഓ കഴിഞ്ഞു വി, then in between ടി ആൻഡ് വി 1 പേഴ്സൺ ഉള്ളൂ. ഇനി ഒരാളുടെ ഇത് മാത്രമേ കുറവുള്ളൂ അല്ലെ. ഒ പി ക്യു ആർ എസ് ടി യു വി. ആരുടെ കുറവാ നമുക്കുള്ളത്? എസ് ആണ്. അപ്പൊ എസിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി ഇവിടെ നോക്കി, ഓന് ശേഷം വരണോ നമുക്ക് വിനെ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെയാണ് വി എങ്കിൽ ഇൻ ബിറ്റ്വീൻ വി ആൻഡ് ടി 1 പേഴ്സൺ ആണോ? അല്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെയാണ് വി എങ്കിൽ ഇൻ ബിറ്റ്വീൻ വി ആൻഡ് ടി 2 പേഴ്സൺസ് അല്ലേ വരിക? അതും പറ്റില്ല. ഇനി ഇവിടെയാണ് വി എങ്കിൽ എഗെയിൻ വിയും ടിയും 2 പേഴ്സൺസ്. അപ്പോ ഈ ഒരു പോസിബിലിറ്റിയും എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ നമ്മുടെ കറക്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആർ ടി ഒ വി ക്യു യു എസ് പി. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് വെർട്ടിക്കൽ ഫോമിലാണ് അല്ലെ. നിങ്ങൾക്ക് അത് ഹൊറിസോണ്ടൽ ഫോമിലും ആവാം. ബിക്കോസ് ഇവിടെ പൊസിഷൻ അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പൊസിഷൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഇത്ര പേഴ്സൺസ് ആണ് എന്നാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പക്ഷെ കുറച്ചും കൂടി കൺവീനിയന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോമിൽ അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോഴാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോ സി നമുക്ക് ഇത് ഫ്ലോർ പസിൽ ആണോ ബോക്സ് പസിൽ ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഫ്ലോറും പസിൽ ബോക്സ് പസിൽസ് എന്നൊക്കെ പറയുമ്പോൾ സംതിങ് ബിൽഡിംഗ് അങ്ങനെ പറഞ്ഞൊരു കീവേഡ് തന്നിരിക്കാം. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടോപ്പസ്റ്റ് സ്റ്റാക്ക് അല്ലെങ്കിൽ ടോപ്പസ്റ്റ് ബോക്സ് ബോട്ടം ബോക്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. ഇവിടെ അങ്ങനെയുള്ള ഒരു കീവേഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ജസ്റ്റ് ആസ് സീക്വൻഷ്യൽ പസിൽസ്. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന 5 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? Which of the following statement is or are true as per the arrangement എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. R went first. R ഫസ്റ്റ് ആണോ പോയിരിക്കുന്നത്? യെസ്. അപ്പൊ അത് കറക്റ്റ് ആണ്. No one went after S. ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളത് കൂടി ചെയ്യാം. ബിക്കോസ് ഏതെങ്കിലും കറക്റ്റ് അല്ലാതാവുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. No one went after S. S കഴിഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ,
ബിറ്റ്വീൻ ടി ആൻഡ് യു 1 2 3 പേഴ്സൺസ് ആണ്. അപ്പൊ അത് റോങ് ആണ്. Q went immediately after T. T കഴിഞ്ഞിട്ട് Q ആണോ? അല്ല. സോ അതും റോങ് ആണ്. As many persons went before V. Before V എത്രയാണോ after U 1 2 3. After U എത്ര 2 ആണ്. അപ്പോൾ അതും റോങ് ആണ്. Got it? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 of the following 5 are alike in a certain way based on the given arrangement and thus forms a group. Which one of the following does not belong to the group? അതായത് ഈ തന്നിരിക്കുന്ന 5 ഓപ്ഷനിൽ 4 ഓപ്ഷൻ സെയിം ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, ഒന്ന് ഡിഫറെന്റ് പാറ്റേൺ ആണ്. അപ്പൊ ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് ചോദ്യം. ഓക്കെ, സി ഇങ്ങനെയുള്ളത് ആറും ടിയും എന്താണ്? ഇമ്മീഡിയറ്റ് ആണ്, അതായത് ദേ ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ. ഓക്കെ, ഓയും വിയും അഡ്ജസന്റ് ആണ്, എസും പിയും ദേ ആർ അഡ്ജസന്റ് ടു ഈച്ച് അതർ. ക്യൂയും യുവും നോക്കി ദേ ആർ അഡ്ജസന്റ്, ഓയും ക്യൂവും നോ, ഇൻ ബിറ്റ്വീൻ ഒ ആൻഡ് ക്യൂ 1 പേഴ്സൺ ഉണ്ട്. അപ്പോ ഇതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, who among the following person went immediately after O എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഓന് ശേഷം പോയിരിക്കുന്നത് ആരാണ്? വി ആണ്. അപ്പോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വി എന്ന് വരും. ആ പേഴ്സൺ വെന്റ് ബിറ്റ്വീൻ O ആൻഡ് U. എത്ര പേരാണ്? ഓയും യുവിന്റെയും ഇടയിൽ 1 2. ഓക്കെ, 2 പേരാണ് ഉള്ളത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, as many person went before S as after. നോക്കിയേ, S ന് മുന്നേ 1 2 3 4 5 6 6 പേഴ്സൺസ്. അപ്പോ ആഫ്റ്റർ ആരായിരിക്കും? സി ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും ടിക്ക് ബിഫോർ എസിന് ബിഫോർ ടി ആണ്, 6 പേഴ്സൺസ് ഉണ്ട്. സോ 6 പേഴ്സൺസ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ഇങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ എസിന്റെ പൊസിഷൻ നോക്കിയേ, ഫ്രം ദ ബോട്ടം അത് സെക്കൻഡ് അല്ലെ. അപ്പോ ഫ്രം ദ ഫസ്റ്റ് എത്രയാ? ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ ഫ്രം ദ ഫസ്റ്റ് സെക്കൻഡ് പൊസിഷനിൽ ആരാണെന്ന് നോക്കിയേ, ആരായിരിക്കും? ടി ആണ്. അപ്പോ ഇത്രയും പേരായിരിക്കും ബിഫോറും ആഫ്റ്ററും വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് റെഗുലർ ആയിട്ട് നമുക്ക് വരുന്ന ആ ഒരു മെയിൻ പസിൽസിന് ശേഷം വരുന്ന സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ വിത്ത് വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് അവർ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്.